അമ്പലവട്ടത്ത് വീടിന് തീപിടിച്ചു. അമ്പലവട്ടം വിളക്കുമാടം ലക്ഷ്മണ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത്. ഓടിട്ട 2 നില വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കത്തിനശിച്ചു. ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തി തീയണച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് സംഭവം. തീപിടുത്തം ഉണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല. അപകട സമയത്ത് ലക്ഷ്മണ മുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ചെറിയ മകൻ വിനോദുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. നമ്മുടെ റോഡിന്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടിയിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ മുകളിലത്തെ ഒരു വീട്ടിൽ തീ പിടിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ നമ്മുടെ വല്യമ്മയുടെ വീട് തന്നെയാണ്. അപ്പോൾ റൂമിന്റെ സൈഡ് മൊത്തം കത്തിയിട്ട് ആകെ പ്രശ്നമായിരിക്കുമ്പോഴാണ് ഞാൻ അപ്പോൾ ആദ്യം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അവിടെ വിവരം അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളവിടെ വരാൻ തയ്യാറായി നിൽക്കുന്നത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഫയർഫോഴ്സ് വണ്ടി വരാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഇതിന്റെ മുകൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂം മൊത്തം കത്തി കഴിഞ്ഞിരുന്നു. പിന്നെ ഫ്രിഡ്ജ് ആ ടൈമിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത്. പിന്നെ മുകളിലേക്ക് തീ എത്തിയപ്പോഴേക്കും നമ്മളത് ഫയർഫോഴ്സ് വന്ന് അണക്കിയിരുന്നുണ്ടായിരുന്നു. ഇല്ല, അവർക്ക് അപ്പോഴേക്കും BP അടിച്ച് കയറിയിട്ടതൊക്കെ കണ്ടിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി. അവർ ഏട്ടനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലുണ്ട്. എന്താ സംഭവം ഉണ്ടായിരുന്നത്? സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.